نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون സ്നേഹവും ബഹുമാനവുമാണ് മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികളെ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നിയമനിർദ്ദേശങ്ങളെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കുക എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് രണ്ട് പുണ്യമുഹൂർത്തങ്ങളെ ഒരുമിച്ച് അനുഭവിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക വീക്ഷണത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു സൃഷ്ടിയായിക്കൊണ്ടല്ല ഖുർആൻ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ഖലീഫത്തുൻ ഫിൽ അർള് എന്നാണ് ഖുർആൻ പറയുന്നത്. ഭൂമിയിൽ, അല്ലാഹുവിന്റെ ഭൂമിയിൽ, അർളുല്ലാഹി, അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ അല്ലാഹു തആല വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പിൻഗാമിയായിക്കൊണ്ടാണ് മനുഷ്യരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ സ്രഷ്ടാവ് നൽകിയ ഈ ലക്ഷ്യബോധത്തിൽ മൊത്തത്തിൽ രണ്ടായി നമുക്ക് വിഭജിക്കാം. ഒന്ന്, മനുഷ്യ സൃഷ്ടിപ്പ്, ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്നാമത്തെ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അത് മനുഷ്യനും സ്രഷ്ടാവും അഥവാ ആരാധ്യനായ സ്രഷ്ടാവായ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെയാണ്. അള്ളാഹുവിനെ കീഴൊതുങ്ങാനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമാകാനും അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഇബാദത്തുകൾ അത് ചിട്ടയോടെ കൃത്യമായി വീഴ്ചകൾ വരുത്താതെ നിർവഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചുമതല. രണ്ടാമത്തത്, ഇനി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ എന്റെ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ്, നിയോഗമാണ്. അതാകട്ടെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധമാണ്.
ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന ഇടങ്ങളിൽ അവിടെ അള്ളാഹുവിന്റെ സന്മാർഗം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുക, ശാന്തി നിലനിർത്തുക, ഭൂമിയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുക എന്നുള്ളതൊക്കെ ഈ രണ്ട് നിയോഗങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇഷ്ടം പോലെ തോന്നിയതുപോലെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കുള്ള അവസരം ഉണ്ടാകുമ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശരീരം തന്നിട്ടുണ്ട്, നമുക്ക് അല്ലാഹു ശ്വസിക്കാൻ വായു തന്നിട്ടുണ്ട്, കാണാൻ അല്ലാഹു തആല കണ്ണുകൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ തഹ്മീദ് ചെയ്ത്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത്, അള്ളാഹുവിനെ തക്ബീർ ചെയ്ത്, തഹ്ലീൽ ചെയ്ത് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഭൂമിയിൽ സ്നേഹത്തോടുകൂടി ഊഷ്മളമായ രീതിയിൽ ഭൂമിയെയും ഭൂമിയിലെ നിവാസികളെയും, അത് മനുഷ്യരും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ ആ നിലക്ക് അവരെ പരിചരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മനുഷ്യർക്ക് നിർവഹിക്കാനുള്ളത്. മനുഷ്യൻ വെറും ജൈവികമായ ഒരു യന്ത്രമല്ല എന്നാണ്, മറിച്ച് മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ചോദനകൾ, ആ ചോദനകളെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സവിശേഷ സൃഷ്ടിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ നോമ്പ് നമ്മൾ നോക്കുകയുണ്ടായി. നോമ്പ് നമ്മുടെ ഈ ചോദനകൾ, നമ്മുടെ ഈ ആ വിൽ പവറിനെ നിയന്ത്രിക്കുവാനും അതിനെ പ്രൊഡക്റ്റീവായി നമുക്കും മറ്റുള്ളവർക്കും ഗുണകരമാകുന്ന തരത്തിൽ അതിനെ പരിവർത്തിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത്. അതേസമയം ഒരു മൃഗത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു മൃഗത്തിന് ഇപ്പൊ വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് ഭക്ഷണം കിട്ടണം. വിശപ്പ് എന്നുള്ളത് മനുഷ്യർക്കുണ്ട്, മറ്റു ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. സസ്യങ്ങൾക്കടക്കം അവ പോഷണങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജന്തു സഹജമായ വികാരമാണ് ഭക്ഷണം കഴിക്കാനുള്ള. എന്നാൽ തന്റെ മുന്നിൽ തനിക്ക് കഴിക്കാനുള്ള ആഹാരം ഹാജരാക്കപ്പെട്ടാലും, അത് ഉണ്ടെങ്കിൽ പോലും അത് തനിക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോഴും മനുഷ്യൻ തന്റെ വികാരങ്ങളെ തടഞ്ഞു വെക്കുന്നു എന്നാണ്. അതായത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, തടഞ്ഞു വെക്കപ്പെട്ട തന്റെ വികാരങ്ങളെ അതിലൂടെ സ്വയം നിയന്ത്രിക്കുവാനുള്ള ഒരു ശേഷി, അതിനുള്ളൊരു പ്രാപ്തി, അതിനുള്ളൊരു പവർ മനുഷ്യൻ നേടിയെടുക്കുന്നു എന്നതാണ്. ഇതൊരിക്കലും മൃഗങ്ങൾക്ക് പ്രാപ്തമായ ഒന്നല്ല. മൃഗങ്ങൾക്ക് ഇങ്ങനെ സാധ്യമല്ല. അവർക്ക് വികാരം ഉണ്ടായി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ അത് തീർക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ മനുഷ്യൻ പ്രാപ്തരാകുന്നു. കൂടുതൽ പക്വതയും കൂടുതൽ നല്ല മനുഷ്യനാകാനും ഉത്തരവാദിത്തമുള്ളവനാകാനും അത് മനുഷ്യന് അതുവഴി കഴിയുന്നു എന്നതാണ്. മൃഗങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ അവയുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. തന്റെ മുന്നിൽ ഒരു ഇരയുണ്ട് എങ്കിൽ ആ ഇരയെ തിന്ന് വിശപ്പടക്കാൻ വേണ്ടി അത് ശ്രമിക്കും. മാത്രമല്ല, ഇരയെ തിന്നിട്ട് അടുത്ത നേരത്തേക്കായി ഇരയെ മാറ്റിവെക്ക് സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പരിപാടി മൃഗങ്ങൾക്കില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ കഴിച്ച ഭക്ഷണം അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആശങ്കയും അതിലുള്ള നെട്ടോട്ടവും ഇത് മനുഷ്യ സഹജമാണ്. ഇത് മനുഷ്യരും നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദനകളെ, നമ്മുടെ വികാരങ്ങളെ ഈ രൂപത്തിൽ നിയന്ത്രിക്കുന്നതിന്റെ ഗുണവും ദോഷവും, അതിനെ അനിയന്ത്രിതമായി വിടുന്നതിന്റെ ദോഷവും നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ പേടിക്കുകയും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണ കോടതിയിൽ നിസ്സഹായനായിക്കൊണ്ട് തന്റെ വികാരങ്ങളെയും ചാബല്യങ്ങളെയും സഫലമാക്കാൻ വേണ്ടി അയാൾ ചെയ്ത് കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഒക്കെ വിചാരണ നടക്കുന്ന ആ വേളയിൽ പടച്ചതമ്പുരാന്റെ തിരുവോടതിയിൽ നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ച്
തന്റെ ഇച്ഛകളെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന മനുഷ്യർ സ്വർഗം കൊടുക്കുന്നത് എന്നാണ്. എന്നാൽ മറ്റൊരു തരത്തിലുമുണ്ട് ജീവിത വീക്ഷണങ്ങൾ. ഇതൊന്നും അംഗീകരിക്കാതെ ഉൾക്കൊള്ളാതെ അതിരുവിട്ട ആളുകൾ, അല്ലാഹു തആല നിശ്ചയിച്ച അതിരുകൾക്ക് അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ കൊണ്ടുപോകുന്ന ആളുകൾ. അവർക്ക് ദുനിയാവിലെ ജീവിതമാണ് വലിയ സംഭവമായിട്ട് അവർക്ക് തോന്നുന്നത്. അവർക്ക് അല്ലാഹു തആല ഒരുക്കി വെക്കുന്നതാണ് നരകം എന്നത്. നരകത്തിൽ അല്ലാഹു തആല കുറേ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് അല്ലാഹു തആല കുത്തി നിറച്ചിരിക്കുകയാണ്. നരകത്തെ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് അല്ലാഹു തആല കുത്തി നിറച്ചിരിക്കുന്നത് എന്താണ്? എങ്ങനെയുള്ള മനുഷ്യരെയാണ്? ലഹും ഖുലൂബ്, ഹൃദയങ്ങളുള്ളവർക്ക് ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അയ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, അവർ കാഴ്ചകളൊന്നും കാണുന്നില്ല. വലഹും ആദാൻ, അവർക്ക് കാതുകളുണ്ട്. ലാ യസ്മഊന ബിഹാ, അത് ഉപയോഗിച്ചുകൊണ്ട് അവരൊന്നും കേൾക്കുന്നില്ല എന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല അവരെ മനുഷ്യരെ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ ഉപമിക്കുന്ന ആരോട് അറിയോ? കൽ അൻആം, ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ് എന്ന്. നേരത്തെ പറഞ്ഞ മൃഗങ്ങളുടെ മൃഗീയമായ തൃഷ്ണകളും മൃഗീയമായ ജീവിത രീതിയും ബൽഹും അദൽ, അങ്ങനെ പറയാൻ പറ്റില്ല. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പ്രീ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തതിനനുസരിച്ചാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് വളരാനോ വികസിക്കാനോ അതിനേക്കാൾ താവാനോ മൃഗങ്ങൾക്ക് കഴിയില്ല. എന്നാൽ മനുഷ്യന് ഉന്നതമായ ഒരു മഹത്തരമായ ഒരു ജീവിത ശൈലിയിലേക്ക് ഉയരാനും വികസിക്കാനും കഴിയും. അതിനേക്കാളേറെ അസ്ഫല സാഫിലിൻ, ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് അധപതിക്കാനും മനുഷ്യന് കഴിയുന്നു എന്നാണ്. അങ്ങനെ അധപതിക്കുന്നവർ ജീവിതത്തിലെ ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശ്രദ്ധയില്ലാത്ത ആളുകളാണ് എന്നതാണ്. നമുക്കറിയാം, മൃഗങ്ങൾക്ക് നമ്മൾക്കുള്ള പോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട് കണ്ണ്, മൃഗങ്ങൾക്കുണ്ട് കാത്, മൃഗങ്ങൾക്കുണ്ട് ഹൃദയം, ഇതൊക്കെ ഓൽക്കുണ്ട്. പക്ഷേ നമുക്കറിയാം, മൃഗങ്ങൾക്കുണ്ടല്ലോ തലച്ചോറ്, ആടിന്റെ തലച്ചോറ് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാ ജീവികൾക്കും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. അവർക്ക് അത് വെച്ചിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിർമ്മാണാത്മകമായിട്ടുള്ള മഹത്തരമായ ഒരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ